പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 23-24 മണിക്കൂറിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 13 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ്. എന്തും സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളിനി എത്ര പ്രതീക്ഷ പറയുമ്പോൾ പോലും എന്തും സംഭവിച്ചേക്കാവുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ അതിനിർണായകമാണ്. അത് തിരിച്ചറിയുന്നുണ്ട് പോലീസ് ഈ മേഖലകളിലൊക്കെ എന്താണ് അരച്ച് കലക്കിയുള്ള പരിശോധന എന്ന് പറയുന്നത് പോലെ അരിച്ചു പിറക്കിയുള്ള പരിശോധന, ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് എന്നുള്ള നിലയ്ക്ക് തന്നെ കന്യാകുമാരിയിൽ സംശയമുള്ള മേഖലകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പോലീസിന് ആവശ്യം ഒരു ലീഡാണ്. നമ്മൾ ഈ കാണുന്ന ചിത്രങ്ങൾ 4:1 ബബിത എന്ന് പറയുന്ന 24 പ്രേക്ഷകർ എടുത്ത ഒരൊറ്റ ചിത്രമാണ്. ആ ചിത്രം മാത്രമാണ് ഇപ്പോഴും നമുക്ക് മുന്നിൽ ഒരു ലീഡായിട്ടുള്ളത്. അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ എവിടെ അന്വേഷിക്കണമെന്ന ചോദ്യത്തിന് അത് കന്യാകുമാരി എന്ന മറുപടി ചിത്രം മാത്രമാണ്. അതിനപ്പുറമോ അതിന് മുമ്പോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ലീഡുകൾ, പുതിയ വിവരങ്ങൾ കിട്ടുന്നില്ല. പോലീസ് വഴിയോരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കന്യാകുമാരിയിലെ കടകളൊക്കെ തുറന്നു വരുന്ന സമയമാണ്. കടകൾ തുറന്നു വരുമ്പോൾ ഈ വഴിത്താരകളുള്ള കടകളിൽ CCTVകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. ചിത്രം കാണിച്ചുകൊണ്ട് ഓരോരുത്തരോട് അന്വേഷണം എന്താണ് ഏറ്റവും ഗ്രൗണ്ടിൽ നടത്തുന്ന അന്വേഷണം തന്നെ പോലീസ് നടത്തുകയാണ്. രാവിലെ എത്തിയതാണ്. രാവിലെ ഒരു 5:45 സമയത്തോടു കൂടി എത്തിയതാണ് പോലീസ് അവിടെ കന്യാകുമാരിയിൽ. അപ്പോൾ മുതൽ തുടരുന്ന പരിശോധന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പുതിയ വിവരത്തിൻ്റെ സൂചന ഇപ്പോൾ നൽകാനില്ല എന്നുള്ളതാണ്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു കടകളൊക്കെ തുറന്നൊന്ന് ആക്റ്റീവായി വരുന്ന സമയം ഇപ്പോഴാണ്. ഒരുപക്ഷെ അവിടുത്തെ CCTV പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ ഇടയുണ്ടോ അജീഷ്? ഹാഷ്മി, ഇപ്പോൾ ഈ രാവിലെ രണ്ടാമത്തെ തവണയാണ് ഈ കന്യാകുമാരി ബീച്ച് സൈഡിലേക്ക് പോലീസ് എത്തുന്നത്. നേരത്തെ 7 പോലീസുകാരാണ് കേരളത്തിൽ നിന്ന്, 5 പോലീസുകാരും തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരി പോലീസിന്റെ 2 പേരുടെ സഹായവുമാണ് കിട്ടിയിട്ടുള്ളത്. ഇവർ 2 സംഘങ്ങളായിട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 പോലീസുകാരാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും ഈ ബീച്ച് സൈഡിലേക്ക് വന്ന് ഈ കടകളിലും മറ്റും ആളുകളോട് ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ തിരിച്ചറിയുന്നുണ്ടെന്ന് ചോദിക്കുന്നത്. പക്ഷേ ആരും കുട്ടിയെ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. കുട്ടിയെ ഇതുവരെയും കണ്ടിട്ടില്ല, ഒരു സൂചനയും നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പുറത്തെ CCTVയുടെ പരിശോധനയും നടക്കുന്നുണ്ട്. അത് കഴക്കൂട്ടം എസ്ഐയുടെ നേതൃത്വത്തിലാണ് ആ പരിശോധന നടക്കുന്നത്. ഇവിടെ 2 പോലീസുകാർ ഈ ആളുകളോട്, വഴിയോടെ കച്ചവടക്കാരോടും ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകളോടും മറ്റും ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു വിവരം കിട്ടുന്നില്ല, ഒരു തുമ്പും കിട്ടുന്നില്ല. കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെ പോലീസും വളരെ നിസ്സഹായരായി ഇവിടെ നിന്നും മടങ്ങുകയാണ്. ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പോലീസിനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം എങ്ങനെ അന്വേഷിക്കണം, ഇത്രയും വലിയൊരു നഗരത്തിൽ എവിടെ അന്വേഷിക്കണം എന്നൊരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് പോലീസും ഉള്ളത്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണമെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തത വരണം. ആ വ്യക്തതയും വരാത്തൊരു സാഹചര്യത്തിൽ പോലീസ് എങ്ങോട്ട് പോയി അന്വേഷിക്കണമെന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതെ ഇവിടെ നിൽക്കുകയാണ്. രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വന്നത് മുതൽ ഈ പ്രദേശത്തൊക്കെ ഒരു തവണ അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് കടകളൊന്നും തുറന്നിരുന്നില്ല. പിന്നീട് ഈ കടകൾ തുറന്നു വരുന്ന സമയമാണിപ്പോൾ. അപ്പോഴാണ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ ആളുകളോടും മറ്റും ചോദിക്കുന്നത്. ഒരുപാട് മലയാളികളടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, ഈ വഴിയരികിൽ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിനിൽ കിടക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ എന്നറിയാനാണ് പോലീസ് വീണ്ടും രണ്ടാമതും ഈ ബീച്ച് സൈഡിലേക്ക് വന്ന് പരിശോധന നടത്തുന്നത്. പക്ഷേ ഒരു വിവരവും പോലീസിന് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പച്ച ഷർട്ട് 2 പേർ, അത് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരും കേരള പോലീസിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശങ്ങളിലൊക്കെ കാണിച്ച് ആളുകളോടൊക്കെ ചോദിക്കാനും അവരുടെ സഹായവും പോലീസിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒരു സൂചനയും കിട്ടാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും പോലീസിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണമെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ ആ കുട്ടിയുടെ സഞ്ചാരപാത മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു തുമ്പ് കിട്ടണം. പക്ഷേ അതും ഇപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയിലാണ്. പോലീസ് എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. എല്ലാ ആംഗിളുകളിലുള്ള CCTV ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഏതാണ്ട് ഇത്രയും മാധ്യമങ്ങളും പോലീസൊക്കെ ഇവിടെ വ്യാപക പരിശോധന നടത്തുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട് ഇവിടെ എന്തൊരു സംഭവം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആളുകൾക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്നൊരു കുട്ടിയെ കാണാതായി. അപ്പോൾ അവരും നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ആ ഫോട്ടോ നമ്മളോട് ചോദിക്കുമ്പോൾ പോലും നമ്മൾ ആ ഫോട്ടോ അവരെ കാണിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ കന്യാകുമാരി പോലീസിനെ അറിയിക്കാമെന്ന് അവരും പറയുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരും ഈ തെരച്ചിലിനൊപ്പം എന്തായാലും സഹകരിക്കുന്നുണ്ട്. അവരും വളരെ ഉത്സാഹത്തോടെ ഇപ്പോൾ അടുത്തുള്ള ആളുകളോടും മറ്റും ഈ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, ഈ കുട്ടി ഇതുവഴി നടന്നു പോകുന്ന വല്ലതും കണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു തുമ്പും നിലവിൽ കിട്ടുന്നില്ല. പോലീസും നിസ്സഹായരായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇന്നലെ വൈകിട്ട് വന്ന കുട്ടിയാണ്. ഇന്നിപ്പോൾ 10 മണി കഴിഞ്ഞു, 10:30 സമയമായി. ഇപ്പോൾ പോലും കുട്ടിയെക്കുറിച്ച് ഒരു വിവരം കിട്ടാത്തതിനെ തുടർന്ന് പോലീസ് എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക്, അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ കൂടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ബീച്ചും അപ്പുറത്ത് ഈ ബേബി ബീച്ച്, ഈ സൺസെറ്റ് കാണുന്ന ഒരു സ്ഥലം കൂടിയായ ഈ ബേബി ബീച്ചാണ്. ഈ ഭാഗത്താണ് കൂടുതൽ ആളുകളൊക്കെ വരുന്നത്. ഈ ഭാഗത്താണ് പോലീസ് പ്രധാനമായി ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഇതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഈ മറ്റു സൈഡ് എന്ന് പറയുന്നത് ലോഡ്ജുകളും കടകളും
ഹോട്ടലുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൊക്കെ കാണേണ്ടതാണ്. ഇവിടുത്തെ ഹോട്ടൽ ഉടമകളോടും ലോഡ്ജ് ഉടമകളോടും ഒക്കെ അവരോട് സ്വയം പരിശോധിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലും ഒരു സൂചന നിലവിൽ കിട്ടിയിട്ടില്ല. എന്തായാലും പോലീസ് അടുത്ത നീക്കത്തിനായി എന്തായാലും മേലുദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടി. എന്തായാലും അതിനുശേഷമായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം. അതിനുശേഷം എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ എന്തായാലും വളരെ നിർണായകമാകും. എന്തായാലും CCTV ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ CCTVയിൽ നിന്ന് ഒരു തുമ്പും കിട്ടാത്ത സാഹചര്യത്തിൽ പോലീസ് എന്തായാലും നിസ്സകരായി ഇവിടെ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടുന്നില്ല എന്നുള്ളതാണ് സങ്കടം. 23 മണിക്കൂർ കഴിഞ്ഞ് 24 മണിക്കൂറിലേക്ക് പോവുകയാണ്. ഒരു 13 വയസ്സുകാരിയെ തിരോധാനം സംഭവിച്ചു 25 മണിക്കൂർ പിന്നിട്ട് ആവുന്നു. കേരള പോലീസ് സംഘം രാവിലെ മുതൽ അവിടെ എത്തിയതാണ്. പക്ഷേ അരിച്ചുപറക്കിയുള്ള പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഇപ്പോഴും കിട്ടുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു പിടികിട്ടാൻ നിൽക്കുന്നു നമ്മുടെ പോലീസ് സംഘം എന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം നമ്മൾ ആരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. രാവിലെ ഒരു 5:45 മുതൽ തന്നെ കേരള പോലീസ് സംഘം അവിടെ നടത്തിയ അക്ഷീണമായ പ്രയത്നങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും കുറ്റപ്പെടുത്തലുകളുടെ പ്രസക്തി ഇല്ലെങ്കിൽ കൂടിയും നിലവിലുള്ള നമ്മുടെ അവസ്ഥ നമുക്ക് മുന്നിൽ ഒരു സൂചനയില്ല എന്നുള്ളതാണ്. സഹോദരനെ വിളിക്കുമ്പോൾ സഹോദരൻ ചെന്നൈയിലാണെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. പക്ഷേ ചെന്നൈയിലല്ല, സഹോദരൻ വാഹിദ് ഇപ്പോൾ ബംഗളൂരുവിലാണുള്ളത്. സഹോദരനെ വിളിച്ചിട്ടില്ല. മാത്രമല്ല ഈ കുട്ടിയുടെ കയ്യിൽ ഫോണും ഇല്ല എന്ന് പറയുകയാണ്. കയ്യിലാകെ 40 രൂപയാണുള്ളത്. കയ്യിലാകെ 40 രൂപയുള്ള ഒരു കുട്ടി, അതും ഒരു 13 വയസ്സുകാരി, കേരളത്തിലേക്ക് വന്ന് അധിക നാളാവാത്ത ഒരു അസം സ്വദേശിക്ക് ഏതക്ഷത്തിന് വരെ പോകാൻ പറ്റുമെന്നൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ ചെറിയ പേടിയോ ഒരാശങ്കയോ ഒക്കെ വരുന്ന ഒരു സമയമാകുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു സൂചന. നമ്മൾ ഒയൂരിലെ ആ കുട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആശങ്കയുടെ പരമാവധി അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കുട്ടിയെ കിട്ടി എന്ന വാർത്ത വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു നല്ല വാർത്ത ഏത് സമയം വരും എന്ന പ്രതീക്ഷ നമ്മൾ കൈവിടാനും കഴിയില്ല. 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. വീട്ടിൽ നിന്ന് അമ്മയോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതാണ്. ആ പ്രായമാണ്. ആ സമയത്തിൻ്റെ ആവേശത്തിൽ എടുത്തു ചാടിയതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഈ കുട്ടി നമ്മുടെ പോലീസ് സംവിധാനം മൊത്തം പരിശോധിക്കുമ്പോഴും ഈ കന്യാകുമാരിയിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കാനുള്ള കാരണം ബബിത എന്ന് പറഞ്ഞ 24 പ്രേക്ഷക വളരെ ആധികാരികമായി 4-5 എടുത്ത ഒരു ചിത്രമാണ്. അത് ഈ കുട്ടിയുടെ വീട്ടുകാർ കണ്ട് പക്ക ഇത് തന്നെയാണ് എന്നതാണ്ട് ഈ ചിത്രമാണത്. അതുകൊണ്ട് ഈ ചിത്രം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു ഈ തസ്മിത്തിൻ്റെ അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരി എന്ന് സ്ഥിരീകരിക്കാനുള്ള കാരണം. മാത്രമല്ല റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഈ കുട്ടിയെ കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവറും അവിടുത്തുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കന്യാകുമാരിയിലുണ്ട്. പക്ഷേ 5:30 റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഈ കുട്ടിയെ കണ്ടവരവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ 11 മണിയാകുന്നു. പക്ഷേ എങ്ങോട്ടേക്ക് പോയി എന്നൊരു സൂചനയും ഇപ്പോഴും കിട്ടുന്നില്ല. തംസിയെ കാണാതെ ശേഷം വീട്ടുകാരെ വിളിച്ച കാര്യമൊക്കെ വാഹിദ് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി നമ്മുടെ കേരള പോലീസിന് ആവശ്യം ഒരു കൃത്യമായ ഒരു സൂചനയാണ്. അവിടെ പുതിയ തലമുറ തമിഴ് ന്യൂസ് ചാനൽ SKN ഇടപെട്ടുകൊണ്ട് അവിടെ ഈ ചിത്രമൊക്കെ വെച്ചിട്ട് വാർത്ത കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിന് ആ വാർത്ത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ വാർത്ത വന്നാൽ ഉണ്ടാകാവുന്ന വലിയ ഇമ്പാക്റ്റ് ഒരുപക്ഷെ ചെന്നൈ മേഖലയിലോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ കൂടുതൽ മേഖലകളിൽ എവിടെയെങ്കിലും കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തമിഴ് പ്രേക്ഷകരിലേക്ക് കൂടി ആ വാർത്ത എത്താൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അല്പസമയത്തിനകം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ രാവിലെ 4-5 കിട്ടിയ ബബിതയുടെ ഈ ഫോട്ടോ പോലെ വീണ് കിട്ടുന്ന ഒരു വിവരം കാത്തു നിൽക്കുന്നു കേരള പോലീസ്. അല്പസമയത്തിനകം അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ നിലവിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന ഇവിടെയില്ല. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അവിടെ കടകളൊക്കെ തുറന്നു വരുന്ന സമയമാണ്, മലയാളികൾ ഉണ്ടെങ്കിൽ അവർ സ്വമേധയാ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ശരിയാണ്. ഒരു പരിധി മാത്രമല്ല വേറൊരു പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ കുട്ടി കയ്യിൽ വേറൊരു വസ്ത്രമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, വസ്ത്രം മാറിയാൽ എന്താണ് CCTVയിൽ ഈ ഡ്രസ്സ് വേറെ കാണില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാമ്പുള്ള സംശയങ്ങൾ തന്നെയാണ്. പോലീസ് പക്ഷേ ആ സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ഓപ്പറേഷനൊക്കെ നടത്തി നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഒയൂരെ പരിശോധന നടത്തിയ പോലീസ് സംഘത്തെ നമുക്കറിയാവുന്നതാണ്. അവർക്കറിയാം രീതി എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ വേണ്ടത് ലീഡാണ്. ആ ലീഡ് നിലവിലില്ല എന്നുള്ളതാണ് അവസ്ഥ.